ഹായ്, എൻ്റെ പേര് റിസ്വാന ഹുസൈൻ. ഞാൻ ട്രിവാൻഡ്രം മണക്കാട് നിന്ന് വരുന്നു. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വാനില മിൽക്ക് കേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വാനില മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ 2 ടിന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഫ്ലോർ സീവ് ചെയ്യാം. ഞാനിവിടെ 1½ കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1½ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ വാനില പൗഡർ, ജസ്റ്റ് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഇത് നമുക്ക് സീവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ സീവീഡ് മിക്സ്ചർ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 150 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ 6 എഗ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സ്ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറേശ്ശെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ബീറ്ററിൻ്റെ സ്പീഡ് പതുക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഫുള്ള് ഷുഗറും ആഡ് ചെയ്യുകയാണ്. സൈഡ് ജസ്റ്റ് ഒന്ന് സ്ക്രേപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. അപ്പോൾ എഗ്ഗിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു വൈറ്റ് മിക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി, ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഫ്ലോർ മിക്സ് ആഡ് ചെയ്യാം. കുറച്ച് മിൽക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. മിനിമം സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ഫ്ലോർ മിക്സ് ആഡ് ചെയ്യുക, മിൽക്ക് ആഡ് ചെയ്യുക, സ്ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഫുൾ ഫ്ലോർ മിക്സ് ആഡ് ചെയ്യാൻ പോവാണ്. അതുപോലെ ഈ മിൽക്കും ഫുള്ളായിട്ട് ആഡ് ചെയ്യുക. ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് ഈക്വലി ഡിവൈഡ് ചെയ്ത് ഒഴിക്കാം. നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഓവനിലേക്ക് വെക്കാം. ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 150 ഡിഗ്രിയിൽ 35 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണ്ടൻറ്റ് നീഡ് ചെയ്യുകയാണ്. ഒരു ടോപ്പർ, എഡിബിൾ പ്രിൻ്റ് ടോപ്പർ വെച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട്. ഞാനിതിൽ ഈ കേക്കിലൂടെ എൻ്റെ സ്റ്റോറി തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. നമുക്കത് ഓവനിൽ നിന്ന് പുറത്തെടുക്കാം. നമുക്കിതിനി തണുത്തിട്ട് ഡിമോൾഡ് ചെയ്യാം. ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടുവാണ് നമ്മുടെ കേക്കിന് ഫില്ലിംഗ് കൊടുക്കാനായിട്ട്. ഇത് ഡിമോൾഡ് ചെയ്യാം. ഞാനിത് വയറാക്കിലേക്ക് മാറ്റുകയാണ് പെട്ടെന്ന് തണുക്കാനായിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ലെയർ ചെയ്ത് വെക്കുകയാണ് പെട്ടെന്ന് തണുക്കാനായിട്ട്. ഇപ്പോൾ 2 സ്പഞ്ചും കൂടെ 4 ലെയറാണ് നമ്മളാക്കാൻ പോകുന്നത്. നല്ലൊരു വൈറ്റ് സ്പഞ്ചാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ബേസിക് വാനില കേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്രീം ബീറ്റ് ചെയ്യാം. ഒരു 3/4 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. മിക്സ്ചർ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, നമുക്കപ്പോൾ ഫ്രോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്പഞ്ച് വെച്ചു, മിൽക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യുകയാണ്. ഒരുപാട് സോക്ക് ചെയ്യുന്നില്ല, ടോപ്പ് മാത്രം ജസ്റ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം.
നമുക്ക് ലെയറിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ലെയർ വെക്കാം. നേരത്തെ പ്രോസസ്സ് അതുപോലെ റിപ്പീറ്റ് ചെയ്യാം. ജസ്റ്റ് മിൽക്ക് വെച്ചിട്ടൊന്ന് സോക്ക് ചെയ്യാം. ക്രീം വീണ്ടും അപ്ലൈ ചെയ്യാം. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തീം കേക്ക് എവിടെ വരെ എത്തി കാര്യങ്ങൾ? മാം ഐസിങ് ഫൈനൽ ലെയർ ഒരു ലെയർ കൂടെ വെച്ച് 4, 5 അല്ലേ? 1, 2, 3, 4. 2 സ്പഞ്ചിലായിട്ട് ബേക്ക് ചെയ്തെടുത്ത് വാനില മിൽക്ക് കേക്കാണ്. ജസ്റ്റ് ഒരു ബേസിക് ഫ്ലേവറാണ്. തീമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, തീം മാത്രമല്ല. ഓക്കെ. നമുക്കപ്പോൾ ഫൈനൽ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ഔട്ടറിൽ കവർ ചെയ്യാം. ഇച്ചിരി തിക്കായിട്ടാണ് ഔട്ടർ ഫ്രോസ്റ്റിംഗ് കൊടുക്കുന്നത്. കേക്കിന് ഇച്ചിരി ഒരു സർക്കംഫറൻസ് വേണം. അതുകൊണ്ട് കുറച്ചൊരു തിക്ക്, നമ്മുടെ തീമിന് കുറച്ച് സർക്കംഫറൻസ് ഉള്ള കേക്കാണെങ്കിൽ ആ ഒരു ഉദ്ദേശിച്ച ഐഡിയ അതിൽ വരത്തുള്ളൂ. സോ കുറച്ച് തിക്കായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ബേസ് ക്ലീൻ ചെയ്യാനായിട്ട് ബാക്കി വന്ന ഈ സൈഡിലൊക്കെ ആയ ക്രീം ഒന്ന് വൈപ്പ് ചെയ്യുകയാണ്. Yes. Finished. അല്ലേ? മൈ ലൈഫ് ജേർണി ത്രൂ എ കേക്ക്. Okay. മൈ ഫസ്റ്റ് ഡേ തൊട്ട് ടിൽ നൗ വരെ ഉള്ളത് കേക്കിലൂടെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതെ, ഫസ്റ്റ് ബേബി സ്റ്റേജ്, ബേബി ടു ഗേൾ, ഒരു ഗ്രോത്ത്. നെക്സ്റ്റ് സ്റ്റേജ് വെഡിങ്, നെക്സ്റ്റ് baby, then family to baker. Okay. 3 kids. Got selected in baking competition. So excited moment. And finally now standing here. Oh wow. ഇത് ഫസ്റ്റ് ലാസ്റ്റ് സ്റ്റേജ്. അതിന് ഇടയ്ക്കുള്ളതൊക്കെ വെരി ക്യൂട്ട് സ്റ്റോറി. Got selected to baking cream. വാനില, ആക്ച്വലി വാനില മിൽക്ക് കേക്ക് ആണ്. അതെ, ഹോട്ട് മിൽക്ക് കേക്ക് ആണോ? അല്ല, 3 മിൽക്ക് ആണ്. ട്രസ്റ്റ്ലിഷ്യസ് പോലെയല്ല, ഫുൾ സോക്ഡ് അല്ല, ജസ്റ്റ് ആ ഒരു മിൽക്ക് 3 ടൈപ്പ് മിൽക്ക് ജസ്റ്റ് സോക്ക് ചെയ്ത് ബേസിക് വാനില സ്പഞ്ച് കേക്ക്. ഇടയ്ക്ക് ഫില്ലിംഗ് എന്തെങ്കിലും ഉണ്ടാവില്ല? ഉണ്ട്, ഫില്ലിംഗിൽ വൈറ്റ് ചോക്ലേറ്റ്സ് ആണ്. വിപ്പിംഗ് ക്രീം ആണോ? വിപ്പിംഗ് ക്രീമാണ് കൊടുത്തിരിക്കുന്നത്. കവറിംഗ് ഓൾസോ വിപ്പിംഗ് ക്രീം. ഇത് എഡിബിൾ, എല്ലാം എഡിബിൾ ആണ്. ഫ്രം ദിസ്, ഇത് ഫോണ്ടന്റ് ആണ്. ടിൽ ഇതുവരെ ഫോണ്ടന്റ് ആണ്. ഇത് വേഫർ ഷീറ്റ് ആണ് എഡിബിൾ ആയിട്ടുള്ളത്. ഇത് ഇത്രയും വേഫർ ഷീറ്റ് ആണ്. ഇത് ബാക്കിൽ ഫോണ്ടന്റ് ആണ്, ഫ്രണ്ടിൽ വേഫർ ഷീറ്റ് ആണ്. ഓക്കെ, നൈസ്. സ്റ്റോറി ടെല്ലിംഗ് ത്രൂ എ കേക്ക് റൗണ്ടിലെ വാനില മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്രസൻറ്റ് ചെയ്യാം.